ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ബ്രെഡും മുട്ടയും വെച്ചുണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത്. ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാം, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാം. അതുകൊണ്ടേ ഇതുപോലെ ഇരിക്കും കേട്ടോ. ഇതാണ് സംഭവം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ? അപ്പോഴുണ്ടാക്കുന്നതിന് മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് ഈ ബ്രെഡൊക്കെ ഫസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണേ. അപ്പോഴൊരു പാനിലോട്ട് എണ്ണയൊന്നും ചേർക്കണ്ട, ജസ്റ്റ് ഇത് അങ്ങോട്ട് വെച്ച് കൊടുത്താൽ മാത്രം മതിയേ. അപ്പോൾ ഞാൻ 2 സെറ്റായിട്ടാണ് ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ആദ്യം ഒരു 3 എണ്ണം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ടോസ്റ്റ് ചെയ്ത് കൊടുക്കണേ. അപ്പോഴ് ഇത് വെച്ചിട്ട് വേറെ എവിടെയും പോവരുത് കേട്ടോ, ഇത് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അതാണ്ട് ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് ഒന്ന് ടോസ്റ്റായിട്ട് ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് തിരിച്ചിട്ട് മറ്റേ സൈഡും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാവേ. അപ്പോൾ ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ദാണ്ട ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ദാണ്ട ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇത് പാനിൽ നിന്ന് അങ്ങോട്ട് എടുത്ത് മാറ്റി വെക്കാവേ. ഇനി ഇതെല്ലാം നമുക്ക് വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി വെച്ചിട്ട് അടുത്ത സെറ്റും കൂടെ ഒന്ന് വെച്ച് കൊടുക്കണേ. അപ്പോഴാണ് എനിക്കൊരു അമളി പറ്റിയത് മനസ്സിലായത്. എന്തിനാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് 3 എണ്ണമൊക്കെ നിരത്തി അടുക്കി പിടിച്ച് ഈ പാനിൽ വെച്ചത്? ആകപ്പാടെ 4 ബ്രെഡ് ഉണ്ട്. അപ്പോഴേ 2 2ആയിട്ട് വെച്ചാൽ പോരായിരുന്നോ? അതാണ് പറയുന്നത്. അപ്പം ലാസ്റ്റിലത്തെ ഒരെണ്ണം ഇതുപോലെ ടോസ്റ്റ് ചെയ്തൊന്ന് എടുത്ത് മാറ്റി വെച്ചിട്ടേ ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോഴ് ഇതാണ്ടേ ഇതുപോലെ 4 ബ്രെഡും ഒന്ന് എടുത്ത് ഒന്ന് അടുക്കി വെക്കണേ. ഇതുപോലെ നന്നായിട്ട് ഒന്ന് ഇതുപോലൊക്കെ നന്നായിട്ടല്ല, ഇതുപോലൊക്കെ ഒന്ന് അടുക്കി വെക്കുക. ഇനി എന്നിട്ട് ഒരു കത്തി എടുത്തിട്ട് നമുക്ക് ഇത് ഇങ്ങനെ ഒരുമിച്ചങ്ങ് കട്ട് ചെയ്യാം. അപ്പോഴ് പെട്ടെന്ന് പണി കഴിയുമല്ലോ. അപ്പോഴ് കുറച്ച് കഷ്ടപ്പാടാണ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കാര്യം ഇത് നല്ലപോലെ ഒന്ന് ടോസ്റ്റ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് കുറച്ച് കഷ്ടപ്പാടാണ് കേട്ടോ. അപ്പം പിന്നെ കത്തിക്ക് നല്ല മൂർച്ച ഉണ്ടെങ്കിൽ പെട്ടെന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ദാണ്ടെ ഇതുപോലെ 2ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ നമുക്ക് ചെറിയ ചെറിയ പീസസ് ആയിട്ട്, അങ്ങനെ ഏത് ഷേപ്പ് വേണമെന്നൊന്നുമില്ല, ചെറിയ പീസാക്കി അങ്ങോട്ട് കട്ട് ചെയ്താൽ മതിയാവേ. ഇത്രയും കട്ട് ചെയ്തപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഇതുപോലെ അങ്ങ് പിച്ചി എടുത്താൽ പോരായിരുന്നോന്ന്. കത്തി വെച്ച് കട്ട് ചെയ്തതിൽ എന്തോരം എളുപ്പമാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോഴേ ഞാൻ ആ കത്തി മാറ്റി വെച്ചിട്ട് ഇതാണ് എളുപ്പം തോന്നിയിട്ട് ഇങ്ങനെ എല്ലാം ഒന്ന് പിച്ചി ഇടുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ഇത് കണക്കൊക്കെ ചെയ്താൽ മതി. നമുക്ക് കഴിക്കാനുള്ളതല്ലേ. അപ്പോൾ ഇന്ന ഷേപ്പ് വേണം, കൃത്യമായിട്ട് ഷേപ്പ് വേണമെന്നൊന്നും ഇല്ലല്ലോ. നമ്മൾ വീട്ടിലുള്ളവർ തന്നെ കഴിക്കുകയല്ലേ. അപ്പോൾ ദാണ്ടെ ഞാനെല്ലാം ഒന്ന് ഇതുപോലൊന്ന് പിച്ചിയൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഉണ്ടാക്കാവേ. അപ്പം ഒരു പാൻ ഒന്ന് എടുത്ത് വെച്ചിട്ട് ഞാൻ ബട്ടറാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോഴ് ഈ ബട്ടർ ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട, നെയ്യിലോ ഓയിലോ ഒക്കെ ചെയ്യാം. പിന്നെ ഞാൻ ഇച്ചിരി കയ്യിലുള്ളത് കൊണ്ട് ഒരു ആർഭാടത്തിന് ഇട്ടുവതേ ഉള്ളൂ കേട്ടോ. അപ്പം ബട്ടർ നന്നായിട്ട് ഒന്നങ്ങ് മെൽറ്റാക്കി എടുക്കണേ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ ബട്ടർ ഒന്ന് മെൽറ്റാക്കി എടുക്കാൻ, അല്ലെങ്കിൽ പണി കിട്ടും, കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ദാണ്ടെ ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് വരുന്നുണ്ട്. ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയൊക്കെ ഒന്ന് മെൽറ്റാക്കി എടുത്തിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണേ. ഒരു 4, 5 വെളുത്തുള്ളി അല്ലി എടുത്തിട്ടേ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇത് ഈ ബട്ടറിലിട്ട് നന്നായിട്ട് അങ്ങ് മൂപ്പിച്ചെടുക്കണേ. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു മണം അങ്ങോട്ട് വരും കേട്ടോ, ഈ ഇത് വെളുത്തുള്ളി ഇങ്ങനെ മൂപ്പിക്കുമ്പോഴേക്കും. അപ്പോഴ് വെളുത്തുള്ളി ഇതുപോലെ നന്നായിട്ടൊന്നങ്ങ് മൂപ്പിച്ചെടുത്തിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനൊരു സവാള എടുത്ത് പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണ്. ഇതൊന്നും എൻ്റെ കഴിവല്ല, ചോപ്പറിലിട്ട് അരിഞ്ഞെടുത്ത കേട്ടോ. അപ്പോൾ ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞ് അതിന് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നങ്ങ് വഴറ്റിയെടുത്താൽ മതി. ഒരുപാട് നേരമിട്ട് കളറ് മാറ്റുന്ന രീതിയിൽ ഒന്നും വഴറ്റണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഒന്ന് വന്നാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഒന്ന് റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുവരെയൊക്കെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി എടുത്തപ്പോഴാണ് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയത്, തക്കാളി ഒരു അരമുറി മാത്രമേ ഫ്രിഡ്ജിൽ ഇരിപ്പുള്ളായിരുന്നു കേട്ടോ. അപ്പോഴും നിങ്ങൾ ഒരെണ്ണമൊക്കെ ചേർത്തോളൂ കേട്ടോ. ഞാൻ പിന്നെ എന്തായാലും റെഡിയാക്കാൻ തുടങ്ങിയതല്ലേ എന്ന് കരുതിയിട്ട്, ഇനി അവസാനിപ്പിക്കണ്ട എന്ന് കരുതിയിട്ട് അങ്ങ് ഉണ്ടാക്കുകയാണ്. തക്കാളി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നും ഇല്ല, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോഴും തക്കാളി ചേർത്തിട്ട് ജസ്റ്റ് വീണ്ടും ഒന്നും കൂടെ അങ്ങ് വഴറ്റിയെടുക്കുക.
ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം കൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് മാത്രം ചേർത്തതാണ്. ഇതൊന്നും ഉറപ്പായിട്ട് ചേർത്ത് കൊടുക്കേണ്ട ഐറ്റംസ് ഒന്നും അല്ല. പിന്നെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി ആ ക്യാപ്സിക്കം ഒക്കെ ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ ദാണ്ട ക്യാപ്സിക്കം ഒക്കെ ഒന്ന് ചെറുതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. വളരെ കുറച്ച് മാത്രം ഇട്ടാൽ മതി. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 2 ടീസ്പൂണൊക്കെ മുളക് പൊടി, അതും എരിവ് കുറഞ്ഞ മുളക് പൊടി കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. കാശ്മീരിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ അത് 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ചിക്കൻ മസാല കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ ചിക്കൻ മസാല ചേർക്കുമ്പോൾ നല്ലൊരു രുചിയാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ ഗരം മസാല ചേർത്താലും മതിയേ. ചേർത്തിട്ട് നല്ലപോലെ ഇതൊന്ന് വഴറ്റി അതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ടൊന്നങ്ങ് മാറ്റിയെടുക്കാം. ഇപ്പോൾ ദാണ്ട് നന്നായിട്ട് ആ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു കാര്യം ഓർത്തത്, ഇതിലേക്ക് ഉപ്പ് ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോഴും ഉപ്പ് ഈ സമയം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം, പിന്നീട് ചേർക്കാൻ നിൽക്കേണ്ട കേട്ടോ. ഇപ്പം തന്നെ ചേർത്ത് കൊടുത്തോളൂ. ചേർത്തിട്ട് നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കിയിട്ട് ഒന്നും കൂടെ ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുത്തിട്ടേ നമുക്ക് ഇതൊക്കെ ഈ മസാലയൊക്കെ ഒരു സൈഡിലോട്ട് അങ്ങോട്ട് നീക്കി വെക്കണേ. നമുക്കിതിലേക്ക് 2 മുട്ട പൊട്ടിച്ച് വയ്ക്കാനുണ്ട്. അപ്പോൾ സൈഡിലോട്ട് അങ്ങോട്ട് നീക്കി വെച്ചിട്ട്, ഇത് നോൺ സ്റ്റിക്കിൻ്റെ പാൻ അല്ലെങ്കിൽ കുറച്ച് ഓയിലും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കണേ. എന്നിട്ട് ഇതിലേക്ക് 2 മുട്ടയാണ് ഞാൻ എടുക്കുന്നത്. 2 മുട്ട ഇതുപോലെ ഒന്നങ്ങ് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 2 ഞാനൊന്ന് വളരെ സൂക്ഷിച്ച് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി മുകളിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ഒന്ന് വിതറി ഇട്ട് കൊടുക്കാം. ഈ മുട്ടയ്ക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഉപ്പും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ജസ്റ്റ് ആ മുട്ട ഒന്ന് എല്ലായിടത്തും ഒന്ന് പിടിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് അങ്ങ് മിക്സ് ആക്കുന്നുണ്ടേ. എന്നിട്ട് കുറച്ചൊന്ന് വെന്തിട്ട് ഇളക്കി ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ചെറിയ പീസായിട്ട് മാറിപ്പോവും. അപ്പോൾ കുറച്ച് വലുതായിട്ട് കിട്ടണ്ടേ, അതുകൊണ്ട് ജസ്റ്റ് ഒന്നങ്ങ് വേവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ആക്കിയിട്ട് പിന്നെ നമുക്ക് ആ മസാലയായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ആക്കി എടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ മുട്ട മാത്രം ഇങ്ങനെ ഇളക്കുമ്പോൾ അറിയാതെ ആ മസാലയും കൂടെ ചേർത്ത് മിക്സ് ആക്കാൻ ഒരു ത്വരയാണ്. എന്ന് വെച്ചാൽ പെട്ടെന്ന് ഇളക്കി എടുക്കാൻ വേണ്ടിയിട്ടേ. ആ മുട്ട നന്നായിട്ട് വേവുന്നവരെ വെയിറ്റ് ചെയ്യാനുള്ള ഒരു ക്ഷമയില്ലെന്നേ, അതാണ് കാര്യം. അപ്പോൾ അതാണ്ട് ഇത് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി മുട്ടയൊക്കെ നന്നായിട്ട് ഒന്നങ്ങ് വേവിച്ച് എടുത്തിട്ടുണ്ട് ഞാൻ ഇതുപോലെ. ഇനി ഇതിലേക്ക് എന്തുവാണ്, നമ്മുടെ ബ്രെഡ് നമ്മൾ അവിടെ റെഡിയാക്കി വെച്ചേക്കുന്ന ബ്രെഡും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കണേ. വളരെ എളുപ്പം ഉണ്ടാക്കാം. ടേസ്റ്റ് ആണെങ്കിൽ അപാരമാണ് കേട്ടോ. ഞാൻ വെറുതെ പറയുന്നതല്ല, നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ അതാണ്ട് ഇതുപോലെ ബ്രെഡെല്ലാം ഞാനൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇപ്പോഴാണ് എന്തോ ഒരു കുറവുള്ളത് പോലെ ഒരു തോന്നൽ എനിക്ക് കേട്ടോ. ആകെ ഒരു ഡ്രൈ ആയിട്ടുണ്ടല്ലേ. അപ്പം നമുക്ക് ആദ്യമേ കുറച്ച് മസാല റെഡിയാക്കുമ്പോൾ കുറച്ച് വെള്ളം ചേർക്കാം. അല്ലെങ്കിൽ ഞാൻ ചെയ്ത പോലെ കുറച്ചൊന്ന് മുകളിലൂടെ ഒന്ന് വിതറി ഒന്ന് ഒന്ന് ഇങ്ങനെ താളിച്ച് കൊടുക്കുക. ഇച്ചിരി വെള്ളമേ, കുറച്ച് വെള്ളം മാത്രം, ഇച്ചിരി ഒന്ന് മോയിസ്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടി, ഈ ഡ്രൈനെസ് അങ്ങ് മാറാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം താളിച്ച് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി ഇതുപോലെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ആർഭാടത്തിന് വേണ്ടി മാത്രം, ഇതും ഒട്ടും നിർബന്ധമുള്ള കാര്യമല്ല കേട്ടോ, കുറച്ച് ചീസ് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടെങ്കിൽ നല്ലതാണ്, ഇല്ലെങ്കിൽ ഒട്ടും ഒരു കുഴപ്പമില്ല കേട്ടോ. ടേസ്റ്റൊക്കെ ഉണ്ടാവും, പക്ഷേ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചധികം ടേസ്റ്റ് ഉണ്ടാവും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിനി ഒന്ന് അടച്ച് വെച്ചിട്ട് ഈ ചീസൊക്കെ ഒന്ന് മെൽറ്റാക്കി എടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചീസ് സ്ലൈസ് ആണുള്ളതെങ്കിൽ അതൊന്ന് പിച്ചി ഇട്ട് കൊടുത്താലും മതിയേ. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വെക്കാം. അടച്ചു വെച്ചപ്പോഴാണ് ഒരു കാര്യം വീണ്ടും വിട്ടുപോയത് ഓർത്തത്. കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അതും കൂടെ ഒഴിച്ച് കൊടുക്കാമായിരുന്നല്ലോ എന്ന്. അതും കൂടെ ഒഴിച്ച് കൊടുത്താൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടെങ്കിൽ ആ മസാല റെഡിയാക്കുന്ന സമയത്ത് തന്നെ അങ്ങോട്ട് ഒഴിച്ചൊക്കെ മിക്സ് ആക്കിക്കോളൂ. ഞാനത് മറന്നു പോയത് കൊണ്ടാണ് ലാസ്റ്റ് ആഡ് ചെയ്തത്. അപ്പോൾ ഇനി വീണ്ടും ഒന്നും കൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് ചീസൊക്കെ ഒന്ന് മെൽറ്റാക്കി നമുക്ക് എടുക്കാം.
ഒരു മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി വരും കേട്ടോ. അപ്പോൾ അതാണ്ട് ഒരു മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതാണ്ട് ചീസൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ്ട് അടിപൊളിയാണ്. ഇപ്പോഴേ കഴിക്കാൻ കൊതിയായിട്ട് വയ്യ കേട്ടോ. നല്ല രുചിയാണ് കേട്ടോ ഇത്. ദാണ്ടെ അടിപൊളിയായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതുവരെയും ബ്രെഡ് വെച്ച് ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ട്രൈ ആക്കിക്കോ. സ്കൂൾ വിട്ട് പിള്ളേരൊക്കെ വരുമ്പോഴേ കുട്ടികളൊക്കെ വരുമ്പോഴേ അവർക്ക് കൊടുക്കാം. അല്ലെങ്കിൽ വെറുതെ നമുക്കിങ്ങനെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ തിന്നണമെന്നൊരു ക്രേവിങ്സ് ഒക്കെ വരുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചാൽ പൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും മറക്കരുത്.